പ്രേക്ഷകരെ, ഒരു നാടിൻ്റെ തന്നെ വലിയ വേദനയായി തീരാ നൊമ്പരമായി മാറിയ മനുഷ്യരുടെ നഷ്ടം, അതിൻ്റെ നടുക്കത്തിലാണ് ഒരു ജില്ലയും ആ നാടുമൊക്കെയും. അപ്പോൾ ആ അപകടത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. നാടിനെ കണ്ണീരിലാഴ്ത്തി പൊള്ളാച്ചി വാൽപ്പാറയിലെ ദുരന്തം. നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് വാൻ മറിഞ്ഞു മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. അല്പസമയത്തിനകം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. മലപ്പുറം പാങ്ങ് പാറൽമൽ GLP സ്കൂളിൽ 9 മണിയോടെ പൊതുദർശനത്തിന് വയ്ക്കും. പരിക്കേറ്റ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച സാജിദയുടെ മകൻ 11 വയസ്സുകാരൻ ഷഹദീൻ, ട്രാവലർ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, സ്കൂൾ ബസ് ഡ്രൈവറായ നൌഷാദ് എന്നിവരാണ് ചികിത്സയിൽ തുടരുന്നത്. പ്രധാന അധ്യാപിക അജിത, റംല, സുഹറ, ആശ, മജീദ്, സജിദ, ഷക്കീല, റുഖിയ, ഹിഷാം എന്നിവരാണ് മരിച്ചത്. ഇക്ബാൽ അറക്കലും സോണൽ കൃഷ്ണയും SS ശരത്തും VS രഞ്ജിത്തും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം ഇക്ബാലിലേക്കാണ്. ഇക്ബാൽ, വലിയ നഷ്ടമാണ് ഉണ്ടായത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ രാത്രിയോടുകൂടി തന്നെ നടന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൃതദേഹങ്ങളടക്കം എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കണം. അതിനുള്ള നടപടികളൊക്കെ എപ്പോൾ തുടങ്ങും? രോഷ്നി, കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു അപകടമായിരുന്നു ഇന്നലെ വാൾപ്പാറയിൽ വെച്ചുണ്ടായത്. വാൾപ്പാറയിൽ ഈ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ അധ്യാപകരുടെ സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ അത് ഈ 13ാമത്തെ വളവിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറുകയായിരുന്നു. അപകടത്തിൽ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മലപ്പുറം പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരും അവരുടെ ബന്ധുക്കൾക്കും ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഈ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഉള്ള ഈ പൊള്ളാച്ചി വാൾപ്പാറ പാതയിലെ അർറഹമത്ത് സാഫിയ മസ്ജിദിൻ്റെ മദ്രസയിൽ വെച്ച് ഇപ്പോൾ കുളിപ്പിക്കൽ ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുകയാണ്. അല്പസമയത്തിനും തന്നെ ഈ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് 9 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകും, മലപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഏകദേശം 6 മണിയോടുകൂടി തന്നെ ഈ 9 മൃതദേഹങ്ങളും ഒരുമിച്ച് തമിഴ്നാട് സർക്കാരിൻ്റെ ഈ 108 ആംബുലൻസിൽ കേരളത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. നേരെ ഈ പാങ്ങിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് എത്തിക്കുക. അതിനുശേഷം പിന്നീട് അവിടെ 10 മണിവരെ പൊതുദർശനമുണ്ടാവും. ഈ പൊതുദർശനത്തിന് ശേഷമാണ് പിന്നീട് മൃതദേഹങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 4 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇതിൽ 3 പേർ ഇപ്പോൾ കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഈ ട്രാവലർ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറും അതുപോലെ തന്നെ ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ഉൾപ്പെടെ 2 പേരാണ് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. നേരത്തെ പൊള്ളാച്ചിയിലെ ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 11 വയസ്സുകാരി മസ്നീനയെ ഇപ്പോൾ അപകടനില തരണം ചെയ്തതോടുകൂടി മലപ്പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പുലർച്ചയോടുകൂടിയാണ് മസ്നീനയെ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ഏകദേശം 3:50 ഈ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മദ്രസയിലേക്ക് ഈ കുളിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ 9 പേരുടെയും ഈ കുളിപ്പിക്കൽ ചടങ്ങ് ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.